പറഞ്ഞാൽ അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നൂറ ഹബീബാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ യൂട്യൂബിൽ എന്നെക്കുറിച്ച് ഇടുന്തോറും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും, നിങ്ങൾ ഇട്ടോളും. ഇനിയും നിങ്ങൾ എന്ത് വേട്ടയാടിക്കോളും മാത്രമേ എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ എനിക്കുള്ളത്. മനസ്സിലായില്ലേ? അല്ല, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേട്ടയാടലും വിമർശിക്കലും തെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തില്ല, ഒരാളെയും ഭയപ്പെടൂല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു കേസാണ് വന്നത്. എന്താ അറിയോ? കേസല്ല, ഒരു കംപ്ലൈൻറ്റ് എന്നെക്കുറിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. എന്താ, ഞാൻ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചെറിയ മക്കളെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അത് യൂട്യൂബർമാർ എന്താട്ടി, തങ്ങൾ ചെറിയ മക്കളെ കാണിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തു. സ്റ്റേഷനിൽ പോയി ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, തങ്ങൾ പൊയ്ക്കോളിന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ എനിക്കെന്തുള്ളൂ, ഉപദേശമുള്ളൂ. വേറെ ഞാനൊരു തെറ്റെന്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്ത് കംപ്ലൈൻറ്റിലും തെളിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് എല്ലാത്തിനും. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ 6 ക്യാമറ ഉണ്ട്, പുറത്ത് 8 ക്യാമറയുണ്ട്. ആർക്കൊരു ആശയം പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വലിയ ഹോമൊന്നുമില്ല. ചികിത്സ എന്ന് പറയുമ്പോൾ ചികിത്സൻ്റെ ഒരു കാര്യം പറയാമല്ലോ. നമ്മളെ വീട്ടിൽ ഹോമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ വലിയ ഹോമിടുക, പിന്നെ ശൈത്താൻ ഇറക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വരുന്നവർക്ക് എന്ത് ചെയ്യും, ചെറിയ തോതിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ചെറിയ ചെറിയ പൈസകൾ നമ്മൾ വാങ്ങും. അത് ചെറിയ പൈസകളാണ്. അതപ്പോൾ എന്തില്ല, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ റമദാൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നു, അതിനേക്കാളും ശക്തിയായിട്ട് റമദാൻ കഴിഞ്ഞാലും നമ്മൾ സജീവമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എനിക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അള്ളാഹു ഒരു തെറ്റ് ചെയ്യേണ്ട ഖൽബ് റബ്ബ് തരാതിരിക്കട്ടെ, ഒരാളും മുന്നിലും അള്ളാഹു മാനം കെടുത്താതിരിക്കട്ടെ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇതൊന്നും നമ്മൾ കേട്ടോ, ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് ഒരുപാട് പൈസ നമ്മൾ ഇതിലുണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മ. മനസ്സിലായില്ലേ?